അമേരിക്കൻ ഭരണ സംവിധാനം തൽക്കാലത്തേക്ക് ഷട്ട് ഡൌണിലാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഒരു വ്യവസ്ഥയുമില്ല, ഒരു ഗതിയുമില്ല. ഡെമോക്രാറ്റുകൾ അതിന് സമ്മതിക്കുന്നുമില്ല. പലതവണ സെനറ്റിൽ റിപ്പബ്ലിക്കന്മാർ ഇത് ഫണ്ടിന് വേണ്ടി ബില്ല് കൊണ്ടുവന്നിട്ടും അവർ തിരിച്ചുവിട്ടു. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പോലും ശമ്പളം എഴുതിയെടുക്കാൻ പറ്റുന്നില്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക. പുറത്തിറങ്ങിയാൽ നോ കിങ്സ് പ്രതിഷേധക്കാർ വെറുതെ വിടില്ല. അടുത്ത തവണ അവർ ട്രംപിനൊപ്പം തനിക്കെതിരെ നോ പ്രിൻസ് എന്ന ഒരു ബാനറിൽ മുദ്രാവാക്യവും സമരവും ആരംഭിക്കുമെന്ന ഭീതിയിലാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയ JD വാൻസ്. അങ്ങനെ അദ്ദേഹം ഇസ്രായേലിലെത്തി കുമ്പസരിച്ചു. ട്രംപിന് സദ്ബുദ്ധി തോന്നാൻ പ്രാർത്ഥിച്ചു, വിശുദ്ധ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എല്ലാം ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ടാണ്. അമേരിക്കയ്ക്ക് നല്ലത് വരുത്തട്ടെ, ആദ്യം ട്രംപിന് നല്ലത് വരുത്തട്ടെ, എന്നാൽ മാത്രമേ അമേരിക്ക നന്നാകൂ. അമേരിക്കയിലെ സർക്കാർ സംവിധാനങ്ങൾ തുറന്നു പ്രവർത്തിക്കട്ടെ. ഡെമോക്രാറ്റുകൾ ഫണ്ടിങ്ങിന് വേണ്ട ബില്ലുകൾ പാസാക്കി വിടട്ടെ. ഇതൊക്കെയായിരുന്നു പാവം JD വാൻസിന്റെ പ്രാർത്ഥനയിലുടനീളം നിറഞ്ഞു നിന്നത്. ട്രംപിന് സദ്ബുദ്ധി തോന്നാൻ ജെറുസലേമിലെ യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത തിരുക്കല്ലർ ദേവാലയത്തിൽ മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു വാൻസും ഭാര്യ ഉഷയും. തിരുക്കല്ലർ ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിലും JD വാൻസ് പങ്കെടുത്തു. അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയാണ് JD വാൻസ്. അമേരിക്കയിലെ രണ്ടാമത്തെ കത്തോലിക്കക്കാരനായ വൈസ് പ്രസിഡന്റാണ്. ഇസ്രായേലിലെ 3 ദിവസത്തെ സന്ദർശനത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതിനിടയിലാണ് ഭാര്യ ഉഷ വാൻസിനൊപ്പം ക്രിസ്തുദേവന്റെ തിരുക്കല്ലർ ദേവാലയത്തിൽ എത്തിയത്. ഫ്രാൻസിസ്കൻ വൈദ്യരാണ് അവിടെ കുർബാന അർപ്പിച്ചത്. അതിൽ വളരെ നിർവൃതിയോടെ തന്നെ JD വാൻസ് ട്രംപിന് വേണ്ടി പങ്കെടുക്കുകയും ചെയ്തു. രാജ്യത്തെ രണ്ടാമത്തെ കത്തോലിക്ക വൈസ് പ്രസിഡന്റായ വാൻസ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരു കൂട്ടം ബിഷപ്പുമാരുമായി ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയ്ക്ക് ജെറുസലേമിലെ ബിഷപ്പുമാർ പറയുന്നൊരു വാക്കുണ്ട്, കുംഭസാരം. അതെ, യഥാർത്ഥത്തിൽ JD വാൻസ് കുംഭസരിക്കുകയായിരുന്നു ബിഷപ്പുമാർ മുമ്പാകെ. ഇതുവരെ ചെയ്ത തെറ്റുകൾ, ട്രംപിനൊപ്പം നിന്ന് ചെയ്തു കൂട്ടിയ തെറ്റുകൾ, അതൊക്കെ ഇത്തവണ JD വാൻസ് ഏറ്റു പറഞ്ഞു എന്നാണ്. പക്ഷെ കുംഭസാര രഹസ്യം ആരും പുറത്തു പറയാറുമില്ല. യേശുവിന്റെ കുരിശുമരണവും അടക്കവും പുനരുദ്ധാനവും നടന്ന അതേ സ്ഥലത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തിരുക്കല്ലർ ദേവാലയം പണിതിരിക്കുന്നത്. ട്രംപ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കൂടി ട്രംപിന് നല്ലത് വരുത്താൻ വിശുദ്ധ നാട്ടിലെത്തി അങ്ങനെ കുംഭസരിക്കുക കൂടി ചെയ്തു JD വാൻസ്. കാൽവരി അൾത്താരയ്ക്ക് മുൻപേ വാൻസും ഭാര്യ ഉഷയും മെഴുകുതിരി കത്തിച്ചാണ് പ്രാർത്ഥിച്ചത്. ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞത് ഏറെ അനുഗ്രഹമാണെന്ന് പിന്നെ JD വാൻസ് എക്സിൽ കുറിക്കുകയും ചെയ്തു. ഏറ്റവും പവിത്രമായ ഈ സ്ഥലങ്ങളെ പരിപാലിക്കുന്ന ഗ്രീക്ക് ആർമേനിയൻ കത്തോലിക്ക വൈദികർക്ക് നന്ദിയും പറഞ്ഞു JD വാൻസ്. അമേരിക്കയുടെ സമാധാനം കളയുന്ന ട്രംപ് എന്ന സ്വയം പ്രഖ്യാപിത രാജാവിന് സദ്ബുദ്ധി തോന്നാൻ സമാധാനത്തിന്റെ യഥാർത്ഥ രാജാവ് യേശുദേവനോട് JD വാൻസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ട്രംപിനെ അനുഗ്രഹിക്കണമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഇനി രണ്ടാം ഘട്ട നോ കിങ്സ് പ്രക്ഷോഭത്തിന് തുടക്കമിടാൻ പോവുകയാണ്. ആദ്യത്തെ തവണ ജനക്കൂട്ടം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി ട്രംപിന്റെ രാജവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഈ വാരാന്ത്യത്തിൽ അടുത്ത പടി ജനം തെരുവിലിറങ്ങുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുകയെന്ന് അമേരിക്കൻ ഫെഡറൽ ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു തിട്ടവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ JD വാൻസ് ഇസ്രായേലിലെത്തി യേശുദേവന്റെ മുന്നിൽ പോയി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച